അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മോമിനാത്തുകളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. സമ്പത്തും മക്കളും ആരോഗ്യവും എല്ലാം അള്ളാഹു തആല തന്നത് അവൻക്ക് വേണ്ടി നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഈ അനുഗ്രഹത്തിന് പകരം നമ്മൾ കിബറും അഹംഭാവുമായി നടക്കുകയാണല്ലോ ചില ആളുകൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി ദർറത്തും മിൻ കിബ്ർ. ഒരാളുടെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം കിബറുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ നബിയോട് ചോദിച്ചു, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വ നഅ്ലുഹു ഹസനൻ. ഓ നബിയെ, ഞങ്ങളുടെ വസ്ത്രം നല്ല ഭംഗിയുള്ളതാകുകയും ചെറുപ്പൊക്കെ നല്ല ഭംഗിയുള്ളതാകുകയാണെങ്കിലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു വളരെ ഭംഗിയുള്ളവനാണ്, അഴകുള്ളവനാണ്. യുഹിബ്ബുൽ ജമാല, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അഥവാ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതോ, നല്ല ചെറുപ്പ് ധരിക്കുക എന്നുള്ളതോ, വാഹനത്തിൽ പോകുക എന്നുള്ളതോ ഒന്നുമല്ല അഹംഭാവവും കിബറും. പിന്നെ കിബിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ കിബിറു ബത്തറുൽ ഹക്കി വഗംതുന്നാസ്. അഥവാ മനുഷ്യർ കിബിർ എന്ന് പറഞ്ഞാൽ ഹക്ക് മറച്ചുവെക്കലും ജനങ്ങളെ ചെറുതായി കാണലുമാണ് കിബിർ എന്ന് പറഞ്ഞാൽ. ഇന്ന് അതാണല്ലോ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ സ്വയം വലുതായിട്ട് മറ്റുള്ളവരെ നിസ്സാരമായി തരം താഴ്ത്തുന്ന അല്ലെങ്കിൽ ഇടിച്ച് താഴ്ത്തുന്ന ഒരവസ്ഥയാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് കിബറിന്റെ അടയാളമാണ്. കിബറുള്ള ഒരു മനുഷ്യൻ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അള്ളാഹു നമ്മെ സലാമത്ത് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.